ഹലോ ഗൈസ്, അപ്പോൾ ഇതൊന്നും നമ്മുടെ സ്പോട്ട് എന്ന് പറഞ്ഞാൽ തൃശ്ശൂരിലെ കാഴ്ചബംഗ്ലാവിലേക്കാണ്, സൂവിലേക്കാണ് നമ്മൾ വന്നേക്കുന്നത്. ഇവിടെ ടിക്കറ്റ് ചാർജ് ഒരാൾക്ക് 20 രൂപയാണ്. മൺഡേ ക്ലോസ്ഡാണ്. ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു മ്യൂസിയം ഉണ്ട്. അവിടെ തലയെടുപ്പോട് കൂടിയിട്ട് ഇപ്പോഴും ഒരു ആനയുടെ അസ്ഥി കാണാം. ചെങ്ങന്നൂർ രംഗനാഥനാണ് അത്. പണ്ട് തൃശ്ശൂർ പൂരം അടക്കി ഭരിച്ചിരുന്ന ഒരു ആനയായിരുന്നു. ഇന്നത്തെ തെച്ചിക്കോട്ട് രാമേന്ദ്രനേക്കാളും ഉയരക്കാമനും ഏഷ്യയിൽ തന്നെ നമ്പർ 1 ഉയരമുള്ള ആനയായിരുന്നു അത്. 1917 ആറാട്ടുപുഴ ഉത്സവത്തിന് അരൂർ ഗോവിന്ദൻ തൊട്ട് ആനയുടെ കുത്തേറ്റിട്ടാണ് ഈ ചെങ്ങന്നൂർ രംഗനാഥൻ ആന ചെരിഞ്ഞത്. പിന്നെ ഇവിടെ തന്നെ മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും പല അസ്ഥികളുണ്ട്. പിന്നെ കുറേ മൃഗങ്ങളതിനൊക്കെ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് തൃശ്ശൂരിന് ഒരു 10 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് വരുന്നുണ്ട്. ഏഷ്യയിൽ തന്നെ നമ്പർ 1 പാർക്കാണത്. അവിടേക്ക് കുറേ മൃഗങ്ങൾ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് നാൾ കൊണ്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ടൗണിലുള്ള ഈ സൂ അങ്ങോട്ട് ഫുള്ളായിട്ട് ഷിഫ്റ്റ് ചെയ്തെന്നാണ് അറിഞ്ഞത്. അതുപോലെ പണ്ട് കൊച്ചിയിലെ മഹാരാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന വഞ്ചികൾ, അവർ ഉപയോഗിച്ചിരുന്ന വാള്, പരിച, അവരുടെ വസ്ത്രങ്ങളൊക്കെ ഇപ്പോഴും ഈ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ നല്ലൊരു അടിപൊളി ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ. നല്ല തണലും കാര്യങ്ങളായിട്ട് കുട്ടികൾക്ക് കളിക്കാൻ നല്ലൊരു അടിപൊളി സ്പേസ് ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.